കടുത്തുരുത്തിയിലെ സെന്റ് റീത്ത സ്കൂളിൽ ഉയർന്നു വന്ന ഹിജാബ് വിവാദം കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്ന യൂണിഫോം സമ്പ്രദായത്തെയും വ്യക്തിയുടെ മതപരമായ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള നിയമപരവും സാമൂഹികവുമായ ഒരു പുനർവിചിന്തനത്തിന് കളമൊരുക്കിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ വിമർശനവും തുടർന്നുണ്ടായ ഫേസ്ബുക്ക് കുറിപ്പിലെ ശക്തമായ വാദങ്ങളും ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കി. ഫേസ്ബുക്ക് കുറിപ്പിൽ ഊന്നിപ്പറയുന്നത് പോലെ യൂണിഫോം കേവലം ഒരു വസ്ത്രധാരണ രീതി മാത്രമല്ല, അതൊരു സാമൂഹിക സമീകരണ സംവിധാനമാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് യൂണിഫോം നിർബന്ധമാക്കിയതിന് പിന്നിൽ ശക്തമായ സാമൂഹിക ലക്ഷ്യങ്ങളുമുണ്ട്. യൂണിഫോമിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം കുട്ടികൾക്കിടയിലെ വൈവിധ്യങ്ങൾ മറച്ചുവെക്കുക എന്നതാണ്. ധനികനായ ഒരു വിദ്യാർത്ഥി ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ധരിച്ചു വരുമ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അത് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. യൂണിഫോം ഈ ദൃശ്യപരമായ വേർതിരിവുകളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നുണ്ട്. അതോടൊപ്പം കേരളത്തിൽ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ മുൻകൈയെടുത്ത് യൂണിഫോം നടപ്പിലാക്കിയ ചരിത്രം ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവർക്ക് പോലും അപകർഷാബോധമില്ലാതെ വിദ്യാഭ്യാസം നേടാൻ ഇത് സഹായകമായി എന്ന് വ്യക്തമാക്കുന്നുണ്ട്. യൂണിഫോം ഇവിടെ സാമൂഹിക നീതിയുടെ പ്രതീകമായി മാറി. നമ്മളെല്ലാം ഒന്ന് എന്ന ബോധം, ഒരേ വേഷം ധരിക്കുന്നത് കുട്ടികളിൽ ഐക്യബോധവും ഒരു കൂട്ടായ്മയുടെ ചിന്തയും വളർത്തുന്നുണ്ട്. യൂണിഫോം ധരിക്കുമ്പോൾ അവർ ഒരു പ്രത്യേക സ്കൂളിന്റെ പ്രതിനിധികളായി മാറുന്നു. ഇത് സ്കൂളിന്റെ അച്ചടക്കത്തെയും ഐഡന്റിറ്റിയെയും ശക്തിപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം യൂണിഫോമിന്റെ സമത്വ ചിന്ത ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് മതപരമായ വസ്ത്രധാരണ സ്വാതന്ത്ര്യം എന്ന ഭരണഘടനാപരമായ അവകാശം ഉയർന്നു വരുന്നുണ്ട്.